നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം വിരാടപർവം ഉത്തരൻ്റെ പടപ്പുറപ്പാട്. വിരാട രാജാവിന് ഉത്തരൻ എന്നൊരു പുത്രനും ഉത്തര എന്നൊരു പുത്രിയും ഉണ്ടായിരുന്നു. ഇനി ഉത്തരൻ്റെ പൊങ്ങച്ചം. ഗോപാലകന്മാർ ആവലാതിയുമായി കൊട്ടാരത്തിലെത്തിയപ്പോൾ ഉത്തരൻ അന്തപുരത്തിൽ സ്ത്രീകളുടെ മധ്യത്തിലിരുന്ന് പൊങ്ങച്ചം പറയുകയായിരുന്നു. കൗരവന്മാർ പശുക്കളെ അപഹരിച്ചു കൊണ്ടുപോയെന്ന് ഗോപാലന്മാർ അറിയിച്ചപ്പോൾ ഉത്തരൻ പറഞ്ഞു, ഓ എന്തൊരു കഷ്ടം! ഞാൻ തനിച്ചുപോയി കൗരവന്മാരെ തോൽപ്പിച്ച് പശുക്കളെ വീണ്ടെടുക്കാമായിരുന്നു. പക്ഷെ എങ്ങനെയാണ് പോവുക? എൻ്റെ തേര് തെളിക്കാൻ പറ്റിയൊരു സാരഥിയില്ലല്ലോ. ഞാൻ എവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ ശൗര്യം കാണിച്ചു കൊടുത്തേനെ. ധൃതരാഷ്ട്രരും ഭീഷ്മരും ദ്രോണരുമൊക്കെ എൻ്റെ ബാണമേറ്റ് അമ്പരന്ന് ഓടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താണ് ചെയ്യുക? തേരാളി ഇല്ലാത്തതുകൊണ്ട് ഒന്നും നിവൃത്തിയില്ല. അവിടെ ഒതുങ്ങി നിന്നിരുന്ന ബൃഹന്തളയും ചിലരും ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ മാലിനിയെ വിളിച്ചു മാറ്റി നിർത്തി എന്തോ രഹസ്യം പറഞ്ഞു. മാലിനി ഉത്തരൻ്റെ മുമ്പാകെ എത്തി. അവൾ പറഞ്ഞു, തേരാളി ഇല്ലാത്തതുകൊണ്ട് ഭവാൻ വിഷമിക്കേണ്ട. ബൃഹന്തള നല്ല സൂതനാണ്. അവൻ ഷണ്ടനാണെങ്കിലും തേർ തെളിക്കാൻ സമർത്ഥനാണ്. പണ്ട് അർജുനൻ്റെ തേർ തെളിച്ചിട്ടുണ്ട്. അതെനിക്ക് നേരിട്ടറിയാം. അതുകൊണ്ട് ബൃഹന്തളയോട് പറഞ്ഞാൽ അവൻ ഭവാന്റെ തേരാളിയാകും. ഒരു ഷണ്ടനോട് എൻ്റെ തേരാളിയായിരിക്കണമെന്ന് എങ്ങനെയാണ് പറയുക? ഉത്തരൻ ഒഴിയാൻ നോക്കി. അത് സാരമില്ല, ഉത്തരയോട് പറഞ്ഞ് ബൃഹന്നളയോട് പറയിപ്പിച്ചാൽ മതി എന്ന് പാഞ്ചാലി പറഞ്ഞപ്പോൾ അങ്ങനെ ആവട്ടെ എന്ന് ഉത്തരന് സമ്മതിക്കേണ്ടി വന്നു. ഉത്തരൻ ബൃഹന്നളയെ ഉത്തരന് സമീപത്ത് കൂട്ടിക്കൊണ്ടുവന്നു. തൻ്റെ തേർ തെളിച്ച് കൗരവന്മാരോട് ഏറ്റുമുട്ടാൻ തയ്യാറാണോ എന്ന് ഉത്തരൻ ബൃഹന്നളയോട് ഗമയിൽ ചോദിച്ചു. ഭയസംഭ്രമങ്ങൾ ഭംഗിയായി അഭിനയിച്ചുകൊണ്ട് ബൃഹന്നള പറഞ്ഞു, അയ്യോ, തേരോടിക്കുകയോ? അതും കൗരവന്മാരോട് എതിർക്കാൻ? വല്ല നൃത്തവും പാട്ടുമായിരുന്നെങ്കിൽ നടത്താമായിരുന്നു. ഉത്തരൻ ഗൗരവം വിടാതെ പറഞ്ഞു, നീ അർജുനന്റെ തേരാളിയായിരുന്നിട്ടുണ്ടെന്ന് സൈരന്ധ്രി പറഞ്ഞു. അത് ശരിയാണോ? എങ്കിൽ എൻ്റെ തേരോടിക്കുക. ബൃഹന്നള, പണ്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഭവാൻ കൽപ്പിക്കുകയാണെങ്കിൽ എന്തും ചെയ്യും. ശരി, എങ്കിൽ പോർച്ചട്ടയണിഞ്ഞ് തയ്യാറായിക്കൊള്ളുക. ഉത്തരൻ ബൃഹന്നളയ്ക്ക് നിർദ്ദേശം കൊടുത്തു. ഉടൻ തന്നെ പോർച്ചട്ട കൊണ്ടുവന്നു. ബൃഹന്നള അത് വാങ്ങി പരിചയമില്ലാത്തവനെ പോലെ തലകീഴായി ധരിക്കാൻ തുടങ്ങി. ബൃഹന്നളയെ തേരാളിയാക്കാൻ ഒരുമ്പെട്ടപ്പോൾ തന്നെ അന്തഃപുര സ്ത്രീകൾ കുശുകുശുക്കുകയും അടക്കി ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ബൃഹന്നള തെറ്റായി പടച്ചട്ട ധരിച്ചിരിക്കുകയും കൂടി ചെയ്തപ്പോൾ അവരെല്ലാം പൊട്ടിച്ചിരിച്ചു. അപ്പോൾ ഉത്തരൻ തന്നെ ബൃഹന്നളയുടെ സമീപമെത്തി പടച്ചട്ട വാങ്ങി ശരിയായി ധരിപ്പിച്ചു. അർജുനൻ കുതിരലായത്തിൽ പോയി വെളുത്ത നല്ല അശ്വങ്ങളെ തെരഞ്ഞെടുത്ത് രഥത്തിൽ പൂട്ടി രഥം തയ്യാറാക്കി കൊണ്ടുവന്നു. ഉത്തരൻ യുദ്ധവേഷങ്ങൾ അണിഞ്ഞ് ആയുധങ്ങളുമേന്തി രഥത്തിൽ കയറി. അന്തഃപുര സ്ത്രീകൾ രഥത്തിനു ചുറ്റും പ്രദക്ഷിണം വെച്ച് അവർക്ക് വിജയം ആശംസിച്ചു. യുദ്ധത്തിൽ ജയിച്ചു വരുമ്പോൾ ശത്രുക്കളുടെ വർണ്ണശബളമായ നല്ല വസ്ത്രങ്ങൾ കൊണ്ടുവരണമെന്ന് ബൃഹന്നളയോട് പറഞ്ഞു. രാജകുമാരൻ ശത്രുക്കളെ ജയിക്കുന്ന പക്ഷം വസ്ത്രങ്ങൾ കൊണ്ടുവരാമെന്ന് ബൃഹന്നള ഏറ്റു. ബൃഹന്നള തേർ തെളിച്ചു. അവർ രാജധാനി താണ്ടി കൗരവർ പോയ വഴിയെ പിന്തുടർന്നു. വായുവിനെ തോൽപ്പിക്കുന്ന വേഗത്തിലാണ് തേരോടിക്കൊണ്ടിരുന്നത്. തേർ തെളിക്കുന്നതിൽ ബൃഹന്നള കാണിച്ച അനിതര സാധാരണമായ സാമർഥ്യം കണ്ട് ഉത്തരൻ ആശ്ചര്യപ്പെട്ടു. ഇത്രത്തോളം വേഗത്തിൽ ഓടുന്ന ഒരു തേരിൽ അവൻ ഇതിനു മുമ്പ് സഞ്ചരിച്ചിട്ടേയില്ല. ഇനി ഉത്തരൻ്റെ ഭയം. കൗരവ സൈന്യത്തെ ദൂരെയായി കാണുന്ന ഒരു സ്ഥലത്ത് തേരെത്തിയപ്പോൾ ബൃഹന്നള തേര് നിർത്തി. അതിന് സമീപത്തായിരുന്നു പാണ്ഡവന്മാർ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ശമീവൃക്ഷം നിന്നിരുന്ന ചുടുകാട്. കൗരവ സൈന്യത്തിൻ്റെ താവളം ദൂരെയായി കാണാമായിരുന്നു. ആന, കുതിര, തേര്, കാലാൾ, വിപുലമായ കുരുസൈന്യം പാരാവാരം പോലെ പരന്നു കിടക്കുന്നു. അവർ കുഴലൂതിയും ശംഖു വിളിച്ചും ചെറുഞാണൊലി പുറപ്പെടുവിച്ചും ആർപ്പു വിളിച്ചും മറ്റും ആരവം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. വിപുലമായ കുരുസൈന്യവും അവരുടെ ആഹ്ലാദ പ്രകടനവും കണ്ടപ്പോൾ ഉത്തരൻ ജീവച്ഛവമായി. ഇവരോട് ഏറ്റുമുട്ടിയാൽ നിമിഷങ്ങൾക്കുള്ളിൽ തൻ്റെ കഥ കഴിയുമെന്ന കാര്യത്തിൽ അവന് സംശയമില്ലായിരുന്നു. അവൻ്റെ നെറ്റി വിയർത്തു. അവൻ അടിമുടി വറക്കാൻ തുടങ്ങി. അന്തഃപുരത്തിൽ സ്ത്രീകളുടെ ഇടയിൽ നിന്നുകൊണ്ട് വീമ്പു പറഞ്ഞ് ആത്മപ്രശംസ നടത്തി അവൻ്റെ കണ്ഠം ഇടറി. വളരെ പ്രയാസപ്പെട്ടാണ് വാക്കുകൾ പുറത്തേക്ക് വന്നത്. അവൻ ഗൽഗത്തോടെ പറഞ്ഞു, ബൃഹന്നള, ഓ എന്തു വിപുലമായ സൈന്യമാണ് കൗരവർക്കുള്ളത്. അവരോട് എനിക്ക് പൊരുതുവാനാവില്ല. എനിക്ക് തല ചുറ്റുന്നു. വേഗം തേര് തിരിച്ചുവിടൂ. എന്നാൽ ഉത്തരൻ പറഞ്ഞത് വകവയ്ക്കാതെ തേര് മുന്നോട്ട് വിടാൻ ബൃഹന്നള തുനിഞ്ഞപ്പോൾ ഉത്തരൻ തേരിൽ നിന്നും പുറത്തേക്ക് ചാടി. ബൃഹന്നളയും അവൻ്റെ കൂടെ ചാടി. അവനെ പിടികൂടി കൊണ്ടുവന്ന് തേരിലിരുത്തി ശകാരിക്കുകയും പരിഹസിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അതുകൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടായില്ല. ഉത്തരൻ പൂച്ചയെ കണ്ട് എലിയെപ്പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവസാനം അവൻ യുദ്ധം ചെയ്യേണ്ടെന്നും താൻ തന്നെ യുദ്ധം ചെയ്ത് ശത്രുക്കളെ തോൽപ്പിച്ച് പശുക്കളെ വീണ്ടെടുക്കാമെന്നും അവൻ ഉറപ്പുകൊടുത്തു. അവന് കുറച്ച് ധൈര്യം തോന്നി. ബൃഹന്നള ആയുധങ്ങൾ ഒളിച്ചു വെച്ചിരുന്ന
ശമീവൃക്ഷത്തിൻ്റെ സമീപത്തേക്ക് തേരോടിച്ചു. വൃക്ഷത്തിൽ കയറി ആയുധങ്ങൾ എടുക്കുന്നതിന് ഉത്തരനെ നിയോഗിച്ചു. അവൻ ആയുധങ്ങൾ കയറിൽ തൂക്കി താഴെ ഇറക്കി. പൊതിഞ്ഞു വെച്ചിരുന്ന ആയുധങ്ങളുടെ കെട്ടഴിച്ചു. സ്വർണവും രത്നവും പതിച്ച വില്ലുകൾ, തേച്ചുമിനുക്കി മൂർച്ച വെച്ചിട്ടുള്ള ശരങ്ങൾ, സ്വർണ്ണപ്പിടിയുള്ളതും ദിവ്യവുമായ ഖഡ്ഗങ്ങൾ, രത്നഖചിതമായ പിടിയോടുകൂടിയ മിന്നിത്തിളങ്ങുന്ന വാളുകൾ തുടങ്ങി നിരവധി ആയുധങ്ങളും വിശേഷപ്പെട്ട കവചങ്ങളും ആ കെട്ടിലുണ്ടായിരുന്നു. ആയുധങ്ങളിൽ നിന്ന് ദിവ്യരശ്മികൾ പ്രകാശിച്ചുകൊണ്ടിരുന്നു. ഇനി ഉത്തരൻ്റെ സംശയങ്ങൾ. ഇതെല്ലാം കണ്ടപ്പോൾ ഉത്തരനുണ്ടായ വിസ്മയം അവർണ്ണനീയമായിരുന്നു. അവൻ ആ ദിവ്യായുധങ്ങളെയും ബൃഹന്നളയെയും മാറി മാറി നോക്കി. ആരാണ് ഈ ബൃഹന്നള? ആരുടേതാണ് ദിവ്യമായി ആയുധങ്ങൾ? അവൻ അന്താളിച്ചു. അവൻ്റെ മനസ്സ് ആകെ കുഴങ്ങി. ഉത്തരന് ചിന്താഗതി മനസ്സിലാക്കി അർജുനൻ പറഞ്ഞു, എന്താ ഇതെല്ലാം നിന്നെ അത്ഭുതപ്പെടുത്തുന്നു അല്ലേ? ഈ ആയുധങ്ങളെല്ലാം പാണ്ഡവന്മാരുടേതാണ്. അവർ അജ്ഞാതവാസം തുടങ്ങിയപ്പോൾ അവിടെ ഭദ്രമായി ഒളിച്ചു വെച്ചതാണ്. ഇന്നലെ അവരുടെ ഒരു വർഷത്തെ അജ്ഞാതവാസക്കാലം പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നിന്നെ കൊണ്ട് ഇത് എടുപ്പിച്ചത്. അർജുനന്റെ വാക്കുകൾ ഉത്തരന്റെ ആശ്ചര്യത്തെ വർദ്ധിപ്പിച്ചതേ ഉള്ളൂ. അവൻ ചോദിച്ചു, പാണ്ഡവന്മാരൊക്കെ ഇപ്പോൾ എവിടെയാണ്? അർജുനൻ പറഞ്ഞു, അവരെല്ലാം വിരാട രാജാവിൻ്റെ കൊട്ടാരത്തിൽ താമസിക്കുന്നു. നിന്റെ അച്ഛനോടൊപ്പം ചൂതാടുന്ന ഗംഗൻ യുധിഷ്ഠിരനാണ്. ഭീമനാണ് അരിവേപ്പുകാരനായ വല്ലവൻ. നകുല സഹദേവന്മാർ അശ്വപാലകനായും ഗോപാലകനായും അവിടെ വസിക്കുന്ന ഗ്രന്ഥികനും തന്ത്രിപാലനുമാണ്. അന്തപുരത്തിൽ ധൈര്യന്ത്രിയായി ജോലി ചെയ്യുന്ന മാലിനി പാണ്ഡവരുടെ ധർമ്മപത്നിയായ പാഞ്ചാലിയാണ്. ഇതുകൂടി കേട്ടപ്പോൾ ഉത്തരൻ അമ്പരന്നു. അവൻ്റെ ആശ്ചര്യം 1000 മടങ്ങ് വർദ്ധിച്ചു. ഇതൊക്കെ വിശ്വസിക്കാൻ പ്രയാസമുള്ള യക്ഷിക്കഥയായിട്ടാണ് അവന് തോന്നിയത്. അവൻ ചോദിച്ചു, അപ്പോൾ അർജുനനോ? അദ്ദേഹം എവിടെയാണ്? അർജുനൻ പുഞ്ചിരിച്ചു കൊണ്ടു പറഞ്ഞു, ഇതാ നിന്റെ മുന്നിൽ നിൽക്കുന്നു. ബൃഹന്നളയായ ഞാൻ അർജുനനാണ്. ഉത്തരൻ, അയ്യോ, അങ്ങ് ഷണ്ഡനാണല്ലോ. അർജുനൻ ഷണ്ഡനാണോ? അർജുനൻ, അതൊരു പ്രത്യേക കഥയാണ്. അതേപ്പറ്റി പിന്നീട് പറയാം. എന്നാൽ ഇന്നു മുതൽ ഞാൻ ഷണ്ഡനല്ല. ഉത്തരന് പിന്നെയും ഒരു സംശയം. അർജുനന് 10 പേരുകൾ ഉണ്ടെന്നും ജപിച്ചാൽ ഭയം അകലുമെന്നും കേട്ടിട്ടുണ്ട്. അതും ബൃഹന്നളയ്ക്ക് അറിയാമോ? എങ്കിൽ ബൃഹന്നള അർജുനനാണെന്ന് വിശ്വസിക്കാം. അവൻ അക്കാര്യം ബൃഹന്നളയോട് പറഞ്ഞു. അർജുനൻ, ശരിയാണ്, എനിക്ക് 10 പേരുകളുണ്ട്. കേട്ടുകൊള്ളുക. അർജുനൻ, വിജയൻ, ജിഷ്ണു, കിരീടി, ശ്വേതവാഹനൻ, ബീഭത്സു, ഫൽഗുനൻ, പാർത്ഥൻ, സവ്യസാചി, ധനഞ്ജയൻ. ഇനി അർജുന നാമ മഹാത്മ്യം. ഇപ്രകാരം 10 നാമങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ച ഉത്തരനോട് അർജുനൻ പറഞ്ഞു, എന്നെപ്പോലെ വെളുത്ത നിറം ആർക്കുമില്ലാത്തതുകൊണ്ട് ഞാൻ അർജുനനായി. ഫൽഗുനി, അതായത് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചതിനാൽ ഞാൻ ഫൽഗുനനായി. ദേവന്മാർക്കും മനുഷ്യന്മാർക്കും ഒരുപോലെ ദുർവാരനും പറയുമ്പോൾ തടുക്കാൻ വയ്യാത്തവൻ, ദുരാദർശനും പറയുമ്പോൾ ആരാലും ആക്രമിക്കപ്പെടാൻ കഴിയാത്തവൻ, ഇന്ദ്രപുത്രനും ആയതുകൊണ്ട് ജിഷ്ണു പറയുമ്പോൾ ജയശീലൻ എന്ന പേരുണ്ടായി. ദേവന്മാർക്ക് പോലും അജയ്യരായ അസുരന്മാരെ കൊന്നപ്പോൾ ദേവചക്രവർത്തിയായ ഇന്ദ്രൻ എൻ്റെ ശിരസിൽ കിരീടം വെച്ച് അലങ്കരിച്ചു. അന്നേരം എന്നെ എല്ലാവരും കിരീടി എന്ന് വിളിച്ചു. ആരോട് യുദ്ധം ചെയ്താലും പരാജയപ്പെടാത്തത് കൊണ്ട് വിജയൻ എന്ന പേര് എനിക്ക് സിദ്ധിച്ചു. നാടൊക്കെ ജയിച്ച് ധാരാളം ധനം സമ്പാദിക്കുകയാൽ ഞാൻ ധനഞ്ജയനായി. വെളുത്ത കുതിരകളെ മാത്രമേ എൻ്റെ രഥത്തിൽ പൂട്ടുകയുള്ളൂ എന്നതുകൊണ്ട് ഞാൻ ശ്വേതവാഹനനായി. യുദ്ധത്തിൽ ഒരിക്കലും ബീഭത്സമായ കാര്യം ചെയ്യാത്തതിനാൽ എല്ലാവരും എന്നെ ബീഭത്സു എന്ന് വിളിക്കുന്നു. ഗാണ്ഡീവം എന്ന എൻ്റെ വില്ല് വലിക്കുവാൻ എനിക്ക് ഇടതു കൈയും വലതു കൈയും ഒരുപോലെ സ്വാധീനമാണ്. അതിനാൽ ദേവന്മാരും മർത്യരും എന്നെ സവ്യസാചി എന്ന് പറയുന്നു. കുന്തിദേവിയായ എൻ്റെ അമ്മയ്ക്ക് പൃഥ എന്നുകൂടി പേരുണ്ടല്ലോ. പൃഥയുടെ പുത്രനായതുകൊണ്ട് ഞാൻ പാർത്ഥനായി. ഉത്തരൻ്റെ സംശയങ്ങളെല്ലാം ആകുന്നു. അവനെല്ലാം ബോധ്യമായി. സവ്യസാചിയായ കിരീടിയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത്. വിജയൻ കൂടെയുള്ളപ്പോൾ ആരും ഭയപ്പെടണം. ഉത്തരൻ ജിഷ്ണുവിനെ നമസ്കരിച്ചു. അവൻ ഫൽഗുനോട് അറിയിച്ചു, പ്രഭു, എൻ്റെ ഭയമൊക്കെ തോന്നുന്നു. ദേവന്മാരോട് പോലും എതിർക്കാൻ എനിക്ക് ധൈര്യം തോന്നുന്നു. എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ആജ്ഞാപിച്ചാലും. അർജുനൻ തിരിച്ചുകൊണ്ട് ഉത്തരനെ ആശ്ലേഷിച്ചിട്ട് പറഞ്ഞു, നീ തേര് തെളിച്ചാൽ മാത്രം മതി. ഞാൻ കൗരവന്മാരോട് ഏറ്റുമുട്ടിക്കൊള്ളാം. ആയുധങ്ങളെല്ലാം രഥത്തിൽ എടുത്തു വെച്ചു. അർജുനനും ഉത്തരനും രഥത്തിൽ കയറി. ഉത്തരൻ കുതിരകളുടെ കടിഞ്ഞാൻ കയ്യിലെടുത്തു. പാർത്ഥൻ കൈകളിലുണ്ടായിരുന്ന വളകൾ ഊരിമാറ്റി വെള്ളവസ്ത്രം തലയിൽ കെട്ടി. ഉടുമ്പിൻ തോലിൻ്റെ കയ്യുറ കയ്യിലിട്ടു. പടച്ചട്ട ധരിച്ചു. തൻ്റെ രഥത്തെ അലങ്കരിക്കേണ്ട വാനരക്കൊടി ധ്യാനിച്ചു. ഉടനെ വാനരത്തിൻ്റെ അടയാളമുള്ള കൊടി മറ്റു കൊടിക്കൂറകളോടുകൂടി ഉയർന്നു വന്ന് രഥത്തിൽ ഉറച്ചു വന്നു. അവൻ അസ്ത്രങ്ങളെ തൊട്ട് വന്ദിച്ച് പാർത്ഥസാരഥിയെ മനസ്സിൽ സ്മരിച്ചു. അനേകായിരം കാലാൽ തേര്, കുതിര, ആന തുടങ്ങി വളരെ വിപുലമായ കൗരവ സൈന്യത്തോട് ഒറ്റയ്ക്ക് ഏറ്റുമുട്ടാൻ തയ്യാറായ സവ്യസാചിയോട് ഉത്തരൻ വിനീതനായി ചോദിച്ചു,
പ്രഭു, എനിക്ക് ഒരു സംശയം. കൗരവപ്പട വളരെ വലുതാണ്. അക്കൂട്ടത്തിൽ അസ്ത്രശാസ്ത്ര വിശാരദന്മാരായ അനേകം പരാക്രമികളുണ്ട്. അങ്ങ് ഒറ്റയ്ക്ക് എങ്ങനെ അവരെ ജയിക്കും? ഇതേപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ഭയാക്രാന്തനാകുന്നു. ഉത്തരൻ്റെ ചോദ്യം കേട്ട് അർജുനൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉത്തര, ഗാണ്ഡവനത്തിൽ വെച്ച് ദേവേന്ദ്രൻ്റെ നേതൃത്വത്തിൽ എന്നോട് ദേവന്മാരെ ഒറ്റയ്ക്ക് ഞാൻ തോൽപ്പിച്ചില്ലേ? ഗന്ധർവരാജാവ് ചിത്രരഥനെ ഞാൻ ജയിച്ചില്ലേ? നിവാത കവചന്മാരെയും കാലകേയന്മാരെയും ഞാൻ കൊന്നൊടുക്കിയില്ലേ? കൃഷ്ണ സ്വയംവരത്തിൽ പല മന്നന്മാരോടും എനിക്ക് എതിർക്കേണ്ടി വന്നില്ലേ? അന്നൊക്കെ എന്നെ സഹായിച്ചത് ആരാണ്? ആ ശക്തി തന്നെ ഇപ്പോഴും സഹായിക്കും. ആചാര്യനായ ദ്രോണൻ, ഇന്ദ്രൻ, വൈശ്രവണൻ, യമൻ, വരുണൻ, വന്നി, കൃപൻ, കൃഷ്ണൻ, പരമശിവൻ തുടങ്ങിയവരെ സേവിച്ചവനായി എനിക്ക് ഈ കൗരവന്മാരെ ഒറ്റയ്ക്ക് എതിർക്കാൻ കഴിവില്ല എന്നാണോ നീ വിചാരിക്കുന്നത്? എടോ വീര, നീ ഭയപ്പെടേണ്ട, നിന്റെ ഹൃദയജ്വരം കളയുക. അർജുനന്റെ മറുപടി ഉത്തരന് ധൈര്യം പകർന്നു. അർജുനൻ തെളിച്ചു കൊണ്ടുവന്ന തേര് ചുടുകാട്ടിന് സമീപം നിന്നപ്പോൾ മുതൽ കൗരവർ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സ്ത്രീയുടെ വേഷങ്ങൾ അണിഞ്ഞ ഒരു ആജാനുബാഹു തേരിന്റെ സാരഥ്യം വഹിക്കുന്നു. കേവലം യുവാവായ ഒരുവൻ തേരിലിരിക്കുന്നു. അവൻ ഇറങ്ങി ഓടുന്നു. സ്ത്രീ വേഷധാരി അവനെ പിടിച്ചു വലിച്ച് തേരിൽ കയറ്റുന്നു. അവർ ശമീപക്ഷത്തിൽ നിന്നും എന്തൊക്കെയോ എടുക്കുന്നു. ഈ വിധത്തിൽ നടന്നതെല്ലാം സശ്രദ്ധം നോക്കിക്കൊണ്ടിരുന്ന ദുര്യോധനാദികൾ സ്ത്രീ വേഷക്കാരൻ അർജുനനാണോ എന്ന് സംശയിക്കാതിരുന്നില്ല. എങ്കിലും അവർക്ക് ഒന്നും സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അർജുനനെ ഓർത്തവർ ഭയപ്പെടുകയും ചെയ്തു. അപ്പോൾ കൗരവരുടെ പാളയത്തിൽ പല വിധത്തിലുള്ള ദുശ്ശഗുണങ്ങൾ കാണുകയുണ്ടായി. ഒരു ഘോരമായ യുദ്ധം ആസന്നമായിരിക്കുന്നുവെന്നാണ് ഈ ദുശ്ശഗുണങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ന് ദ്രോണർ പറഞ്ഞു. അങ്കനാവേഷധാരിയായി തേർ തെളിച്ചു കൊണ്ടുവന്നവൻ അർജുനനാണെന്നും കിരാതവേഷധാരിയായി വന്ന മഹാദേവനോട് പോലും യുദ്ധം ചെയ്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ച വിജയൻ അജയ്യനാണെന്നും അദ്ദേഹം തോർത്തു പറഞ്ഞു. എന്നാൽ കർണനും ദുര്യോധനനും ദ്രോണരുടെ അഭിപ്രായം പുച്ഛിച്ചു തള്ളി. ഇതോടുകൂടി അധ്യായം 90 ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.